ഒരു സോ ക്യാപ്ഷൻ ആൻഡ് ടറൻ ലൈറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻ്റർമീഡിയറ്റ് ലൈറ്റാണ്. അതായത് ഈ പറഞ്ഞ എൻജിൻ ലൈറ്റിൻ്റെയും ഓട്ടോമാറ്റിക് ലൈറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റാണ് ക്യാപ്ഷൻ ആൻഡ് ടറൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് വരുന്ന ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ടൂൾ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു മൾട്ടിപ്പിൾ ടൂൾ ഹോൾഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൂൾസും ഒരുവിധം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓരോ പ്രാവശ്യവും നമ്മൾ ടൂൾ ഇളക്കി റീസെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ അത്രയും ടൈം നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഈ ടൂളിന് ഷാർപ്പനിങ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ നിന്ന് ടൂളിനെ റിമൂവ് ചെയ്ത് നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. ഈ മൾട്ടിപ്പിൾ ടൂളിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് ടെയിൽ സ്റ്റോക്കിൽ തന്നെ ഒരു ഇൻഡെക്സിങ് ടറൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ടൂള് ഇത് ചെയ്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്ഷൻ ഹെഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും മൾട്ടിപ്പിൾ ടൂൾ പോസ്റ്റ് നമ്മളവിടെ വരുന്നത്. സോ ഇതാണ് ഈ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ടറൻ ലൈറ്റിനെ എൻജിൻ ലൈറ്റിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ടെയിൽ സ്റ്റോക്കിന് പകരം വരുന്നത് ഒരു ഇൻഡെക്സിങ് ടറൻ്റ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേണ്ട ടൂളുകളെല്ലാം നമ്മൾ ഈ ഒരു ഇൻഡെക്സിങ് ടറൻറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഈ ടൂൾ പോസ്റ്റും വരുന്നത് ഒരു ക്രോസ് സ്ലൈഡിലാണ് വരുന്നത്. ആ ടൂൾ പോസ്റ്റ് തന്നെ രണ്ട് ടൂൾ പോസ്റ്റ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ടൂൾ പോസ്റ്റ് വരത്തക്ക രീതിയിലാണ് ഇവിടെ ഈ ഒരു ക്യാപ്ഷൻ ലൈറ്റിൻ്റെ നിർമ്മാണം വന്നേക്കുന്നത്. സോ വർക്ക് പീസ് നമ്മൾ സാധാരണ രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ചക്സിലായിട്ടായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെ അഡ്ജസ്റ്റബിൾ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു അഡ്ജസ്റ്റബിൾ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനലും ക്രോസ് ഫീഡ് മൂവ്മെൻറ്റും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ അഡ്ജസ്റ്റബിൾ സ്റ്റോപ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് ഓരോ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും ഈ വർക്ക് പീസിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാനും ഡയമെൻഷൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാനും എല്ലാം നമുക്കത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിങ്, ഡ്രില്ലിങ്, ബോറിങ്, ത്രെഡ് കട്ടിങ്, റീമിങ്, നെക്കിങ്, ചാമ്പറിങ്, കട്ടിങ് ഓഫ് എന്നുള്ളതിനെല്ലാത്തിനും നമുക്ക് ടൂൾസ് വേണ്ടി വരുന്ന അതെല്ലാം നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ നമ്മൾ ഈ ഒരു ക്യാപ്ഷൻ ആൻഡ് ടറൻ ലൈറ്റിൻ്റെ ഇത് വന്നേക്കുന്നത്. ഇതൊരു ക്യാപ്ഷൻ ലൈറ്റും ടറൻ ലൈറ്റിൻ്റെയും ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ടറൻ ലൈറ്റും റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ക്യാപ്ഷൻ ലൈറ്റുമാണ്. നിങ്ങൾക്ക് കാണാം ക്യാപ്ഷൻ ലൈറ്റും ടറൻ ലൈറ്റും തമ്മിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടറൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സിങ് ഹെഡാണ് അവിടെ വന്നേക്കുന്നത് ടെയിൽ സ്റ്റോക്കിന് പകരം. ഇവിടെ ആ ഒരു ഇൻഡെക്സിങ് ഹെഡ് വന്നേക്കുന്നത് ബെഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഫുള്ള് ബെഡ് ലെന്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഒരു റാമിൻ്റെ പുറത്താണ് ഈ ഒരു ഇൻഡെക്സിങ് ഹെഡ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റഡ് ലെന്തിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ക്യാപ്ഷൻ ലൈറ്റും ടറൻ ലൈറ്റും തമ്മിലുള്ളൊരു മെയിൻ വ്യത്യാസം. ഇതിൻ്റെ ബാക്കിയുള്ള ഡിഫറൻസ് നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ഷൻ ലൈറ്റിൻ്റെ ടറൻ ലൈറ്റ് ഒന്ന് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടറൻ ഹെഡ് ആൻഡ് സാഡിൽ, ക്രോസ് ലൈഡ് സാഡിൽ, കാരേജ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് വരുന്നത്. അതിലെ ഹെഡ് സ്റ്റോക്ക് എന്നുള്ള പാർട്ട് ഓൾമോസ്റ്റ് സിമിലർ ടു ദ സെൻട്രൽ ലൈറ്റിന് സിമിലർ ആയിട്ട് വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത്. പക്ഷേ അതിൽ നിന്നും ലാർജറും ഹെവിയറുമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു ടറൻ്റെ ലൈറ്റിന് നമ്മളത് യൂസ് ചെയ്യുന്നത്. പവർഫുൾ മോട്ടറാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു 30 to 2000 RPM വരെയുള്ള സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് കോൺ പുള്ളി, ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡ് സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടറൻ ഹെഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈ ടറൻ ഹെഡ് ടെയിൽ സ്റ്റോക്കിന് പകരം യൂസ് ചെയ്യുന്നതാണ്. സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടറൻ ഹെഡിനെ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാകും. സോ അത് ഇൻഡെക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. 6 ഫേസ് ഉള്ളൊരു ഹെക്സഗണൽ ടറൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഡിഫറെൻറ്റ് ടൂൾസ് വരെ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ല 4 എണ്ണം ആണെങ്കിൽ 4 ഫേസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എണ്ണം അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും.
ക്യാപ്ഷൻ ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് ടർൺ എന്ന് പറയുന്നത് സർക്കുലർ 6 ഹോൾസ് വരുന്ന ടൈപ്പിലുള്ളതാണ് നമ്മൾ സർക്കുലർ ടർണ്ടാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ടർൺ ഹെഡ് നമ്മൾ ക്യാപ്ഷൻ ലൈത്തിൽ ഒരു റാമിൻ്റെ പുറത്താണ് മൗണ്ട് ചെയ്തേക്കുന്നത്. സോ റാം സാഡിലിൻ്റെ പുറത്ത് സ്ലൈഡ് ചെയ്യും. സോ അത്രയും ലെന്തിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നത്. ടർൺ ലൈത്തിലാണെങ്കിൽ ടറൻ്റെ സാഡിലിൻ്റെ പുറത്ത് തന്നെയാണ് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ബെഡ് ഫുൾ ലെന്ത് നമുക്ക് ഈ ഒരു ടറണിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്ത് ബെഡിൻ്റെ പുറത്ത് തന്നെയാണ് വന്നേക്കുന്നത്. ഹെഡ് സ്റ്റോക്കിൻ്റെയും ടറൻ സാഡിലിൻ്റെ ഇടയ്ക്കാണ് ഈ ക്രോസ് സ്ലൈഡ് വരുന്നത്. ഈ ക്രോസ് സ്ലൈഡിൽ 2 ടൂൾ പോസ്റ്റ് ഉണ്ടാവും. സോ ഒന്ന് ഫ്രണ്ട് സൈഡിലും ഒന്ന് ബാക്ക് സൈഡിലും ടൂൾ പോസ്റ്റ് ഉണ്ടാവും. സോ അതിൻ്റെ അകത്ത് ഒരു 4 ടൂൾ വരെ നമുക്ക് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സ്ക്വയർ ടർട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 കട്ടിംഗ് ടൂൾസ് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇതിന് പെർപെൻഡിക്കുലറും പാരലലുമായിട്ടുള്ള മൂവ്മെൻറ്റ്, ആക്സിസിന് പെർപെൻഡിക്കുലറും പാരലലുമായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ക്രോസ് സ്ലൈഡ് കാരണം നമുക്ക് കിട്ടും. ഇത് ഹാൻഡ് പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ടർൺ ആൻഡ് ക്യാപ്ഷൻ ലൈത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസിനെ ചക്കിൽ അല്ലെങ്കിൽ കോളക്സിൽ ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കും. ടർൺ ലൈത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജർ വർക്ക് പീസസ് ഹോൾഡ് ചെയ്യാനായിട്ട് 3J ചോക്ക് അല്ലെങ്കിൽ 4J ചോക്സ് ഉണ്ടാകും. സോ ഇതിനെ ഈ വർക്കിൻ്റെ ഫീഡിനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രോളിക്കലി അല്ലെങ്കിൽ ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റഡ് ആയിട്ട് നമുക്കിതിന് വർക്കിനെ നമുക്കിതിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപ്ഷൻ ലൈത്തിലാണെന്നുണ്ടെങ്കിൽ ബാർ സ്റ്റോക്കാണ് നമ്മൾ കോളക്സ് ചക്കിൽ ഹോൾഡ് ചെയ്യുന്നത്. ബാർ ഫീഡിങ് മെക്കാനിസമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ബാർ ഫീഡ് സ്റ്റോക്കിൻ്റെ മെക്കാനിസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്ഷൻ ലൈത്തിലായാലും ടർൺ ലൈത്തിലായാലും 11ഓളം ടൂൾസ് നമുക്ക് അറ്റ് എ ടൈം തന്നെ മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. 6 ടൂൾ നമുക്ക് ഈ ടറൻ്റെ ഹെഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് ഹെക്സഗണൽ ടൈപ്പ് ടർൺ ഹെഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 ടൂൾ വരെ നമുക്ക് അതിൻ്റെ അകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി സ്ക്വയർ ടൈപ്പ് ടർൺ ഹെഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 4 ടൂളാണ് നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മെഷീനിങ് സമയത്ത് ഈ ടർൺ ഹെഡിന് ഫോർവേഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ടറൻ്റ് ഹെഡ് ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലിയാണ് ചെയ്യുന്നത്. സോ അടുത്ത ടൂള് അടുത്ത കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്, നമ്പർ ഓഫ് ഫീറ്റ് ഫോർ കാരേജ്, നമ്പർ ഓഫ് ഫീറ്റ് ഫോർ ടർണ്ട് ആൻഡ് സാഡിൽ, നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ, ഫ്ലോർ സ്പേസ്, പവർ ഓഫ് ദ മോട്ടർ, ഡ്രൈവ് മോട്ടർ കപ്പാസിറ്റി, ചക്ക് സൈസ് എന്നിവ, മാക്സിമം സ്വിംഗ് ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ്, എങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു ടർണ്ട് ആൻഡ് ക്യാപ്ഷൻ ലൈത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. സോ ഇതിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കോളറ്റ് ചെക്ക്, ജോ ചെക്ക്, ആർബസ്, ഫിക്സ്ചേഴ്സ് എന്നുള്ള കോളറ്റ് ചെക്കിൽ തന്നെ ഡ്രോ ബാക്ക് കോളറ്റ്, പുഷ് ഔട്ട് കോളറ്റ്, ഡെഡ് ലെന്ത് കോളറ്റ്, ജാ ചെക്ക് ആണെങ്കിൽ 3J ചെക്ക്, 4J ചെക്ക് അല്ലെങ്കിൽ എയർ ഓപ്പറേറ്റഡ് ചെക്ക് എന്നുള്ള രീതിയിലുള്ളത് യൂസ് ചെയ്യുന്നത്. ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് വരുന്നത് സ്ട്രെയിറ്റ് കട്ടർ ഹോൾഡർ, അഡ്ജസ്റ്റബിൾ ആംഗിൾ കട്ടർ ഹോൾഡർ, മൾട്ടിപ്പിൾ കട്ടർ ഹോൾഡർ, ഓഫ്സെറ്റ് കട്ടർ, സ്ലൈഡിംഗ് ടൂൾ ഹോൾഡർ, നീറ്റ് ടൂൾ ഹോൾഡർ, ബോക്സ് ടൂൾ ഹോൾഡർ, ബാർ എൻഡിങ് ടൂൾ ഹോൾഡർ, ഡ്രിൽ ഹോൾഡർ, ബോറിംഗ് ബാർ ഹോൾഡർ, നേളിംഗ് ടൂൾ ഹോൾഡർ, ഫോം ഹോൾഡർ എന്നിങ്ങനെയുള്ള രീതികളിലാണ് ഇതിൻ്റെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് വരുന്നത്. ക്യാപ്ഷൻ ലൈത്തും ടർൺ ലൈത്തും എൻജിൻ ലൈത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് അടുത്ത ഈ പറഞ്ഞേക്കുന്നത്. സോ ക്യാപ്ഷൻ ലൈത്ത് അല്ലെങ്കിൽ ടർൺ ലൈത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹെഡ് സ്റ്റോക്കിന് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് ആൻഡ് അത് എൻജിൻ ലൈത്തിനേക്കാളും ഹെവിയർ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരിക്കും വന്നേക്കുന്നത്. എൻജിൻ ലൈത്തിന് എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്പീഡ് വേരിയേഷൻസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ക്യാപ്ഷൻ ലൈത്തിൽ 15 HP മോട്ടർ ആയിരിക്കും ഈ പറഞ്ഞ ഹെഡ് സ്റ്റോക്കിന് ഡ്രൈവ് ചെയ്യുന്നത്, മറ്റേതിൽ 3 HP മോട്ടർ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ക്യാപ്ഷൻ ലൈത്തിലാണെന്നുണ്ടെങ്കിൽ 4 ടൂൾസ് നമുക്ക് ടൂൾ പോസ്റ്റിൽ വയ്ക്കാനായിട്ട് പറ്റും. എൻജിൻ ലൈത്തിലാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു ടൂളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ടെയിൽ സ്റ്റോക്കിൽ നമുക്ക് ക്യാപ്ഷൻ അല്ലെങ്കിൽ ടർൺ ലൈത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ സ്റ്റോക്ക് അല്ല വരുന്നത്, പകരം ഒരു ടറൻറ്റ് ഇൻഡെക്സിങ് മെക്കാനിസമാണ് വന്നേക്കുന്നത്. സോ ആ ടറൻ ഹെഡിൽ നമുക്ക് 6ഓളം ടൂളുകൾ നമുക്ക് അതിൽ ഇൻഡെക്സ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. പക്ഷേ എൻജിൻ ലൈത്തിലാണെങ്കിൽ ഒരു ടെയിൽ സ്റ്റോക്കാണ് വരുന്നത്. അതിനെ നമുക്ക് ഒരു ടൂള് മാത്രമേ അതിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ
ടൂൾ ഫീഡ് നമുക്ക് ക്യാപ്ഷൻ ലെയ്ത്തിലാണെങ്കിൽ സ്റ്റോപ്സ്, ഫീഡ് ട്രിപ്സ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻജിൻ ലെയ്ത്തിൽ അത് പോസിബിൾ അല്ല. ക്യാപ്ഷൻ ലെയ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ വേണ്ട സ്ഥലത്താണ് ക്യാപ്ഷൻ ലെയ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻജിൻ ലെയ്ത്ത് മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ വേണ്ട സ്ഥലത്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെമി സ്കിൽഡ് ഓപ്പറേറ്റർ ആയാലെങ്കിൽ ഈ ഒരു ക്യാപ്ഷൻ ലെയ്ത്ത് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും, ക്യാപ്ഷൻ ടർൺ ലെയ്ത്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ എൻജിൻ ലെയ്ത്ത് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ തന്നെ വേണം. സോ ഇതൊക്കെയാണ് ഈ ഒരു ക്യാപ്ഷൻ ലെയ്ത്തും എൻജിൻ ലെയ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ക്യാപ്ഷൻ ലെയ്ത്തും ടർൺ ലെയ്ത്തിൻ്റെയും ഓരോ ഫിഗേഴ്സാണ് ഈ കാണിച്ചേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ടർൺ ലെയ്ത്തും ക്യാപ്ഷൻ ലെയ്ത്ത് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നതുമാണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപ്ഷൻ ലെയ്ത്തും ടറൻറ്റ് ലെയ്ത്തും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടറൻറ്റ് എന്ന് പറയുന്നത് ക്യാപ്ഷൻ ലെയ്ത്തിലാണെങ്കിൽ ടറൻറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റാമിൻ്റെ പുറത്താണ് അത് മൗണ്ട് ചെയ്തേക്കുന്നത്. ഈ ടെയിൽ സ്റ്റോക്കിന് പകരമുള്ള ടറൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റാമിൻ്റെ പുറത്താണ് മൗണ്ട് ചെയ്തേക്കുന്നത്. പക്ഷേ അതിന് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കിട്ടുന്നത്. പക്ഷേ ടറൻറ്റ് ലെയ്ത്തിൽ എന്ന് പറയുമ്പം അത് മൗണ്ട് ചെയ്തേക്കുന്നത് സാഡിലിൽ തന്നെയാണ്. സോ ത്രൂ ഔട്ട് ദ ബെഡ് ലെന്ത് നമുക്ക് ടറൻറ്റ് ലെയ്ത്തിൽ ഈ പറഞ്ഞ ടറൻറ്റ് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഇത് ക്യാപ്ഷൻ ലെയ്ത്ത് റിജിഡ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ അല്ല വന്നേക്കുന്നത്. സോ ഹെവിയർ ആയിട്ടുള്ള വർക്ക് പീസ് എല്ലാം അതിൽ വർക്ക് ചെയ്യിക്കാനായിട്ട് പാടാണ്, ബിക്കോസ് വൈബ്രേഷൻ കൂടുതലായിരിക്കും. ടറൻ ലെയ്ത്ത് ഹെവിയർ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഹെവിയർ ആയിട്ടുള്ള വർക്ക് പീസ് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ക്യാപ്ഷൻ ലെയ്ത്തിലാണെങ്കിൽ 60 mm ഡയമീറ്റർ ഉള്ള മാക്സിമം വർക്ക് പീസ് വരെ നമുക്ക് അതിൻ്റെ അകത്ത് മെഷീൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ടറൻ ലെയ്ത്തിലാണെങ്കിൽ 200 mm വരെ ഉള്ള വർക്ക് പീസിനെ നമുക്ക് മെഷീൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപ്ഷൻ ലെയ്ത്തിന് വൈഡ് വെറൈറ്റി ഓഫ് സ്പീഡ് റേഞ്ചസ് ഇല്ല. നമുക്ക് ടറൻ ലെയ്ത്തിലാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് സ്പീഡ് റേഞ്ചസ് സിവിയർ കണ്ടീഷൻസിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ക്യാപ്ഷൻ ലെയ്ത്തിൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് ഒരു 300 mm വരെ ലിമിറ്റ് ചെയ്തേക്കുകയാണ്. കാര്യം അത്രയുള്ള ഷോർട്ട് ലെന്ത് ആയിട്ടുള്ള വർക്ക് പീസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ടറൻ ലെയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1500 mm വരെയുള്ള വർക്ക് പീസിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് മെഷീൻ ചെയ്യിക്കാനായിട്ട് പോസിബിളാണ്. ഇവിടെ നമുക്ക് പവർ ചെക്സ്, ക്യാപ്ഷൻ ലെയ്ത്തിൽ പവർ ചെക്സ് അല്ല ഓപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ടറൻ ലെയ്ത്തിലാണെങ്കിൽ പവർ ചെക്സ് ആണ് അത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഇവിടെ ക്രോസ് ലൈഡ് യൂസ് ചെയ്തിട്ടില്ല ക്യാപ്ഷൻ ലെയ്ത്തിൽ, പക്ഷേ ടറൻ ലെയ്ത്തിൽ നമുക്ക് ക്രോസ് ലൈഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. താങ്ക് യു ഓൾ.